Next, we are moving to a very important portion of this section, composition of functions and invertibility. അതായത് രണ്ട് ഫംഗ്ഷൻസിനെ നമ്മൾ കോമ്പോസ് ചെയ്യുന്നു ആൻഡ് അവരുടെ ഇൻവെർട്ടിബിലിറ്റി പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ the composition of functions f from a to b and g from b to c. നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ട് ഫംഗ്ഷൻസിനെ കോമ്പോസ് ചെയ്യുന്ന കേസാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് രണ്ടോ അതിലധികമോ ഫംഗ്ഷൻസിനെ കോമ്പോസ് ചെയ്യാൻ പറ്റും. അത് എക്സാമ്പിൾസിലെ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും ക്ലിയർ ആക്കി തരാം. ഓക്കെ, ഇപ്പൊ ബേസിക് ആയിട്ട് ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. എഫ് ഫ്രം എ ടു ബി, ശ്രദ്ധിക്കുക, എയിൽ നിന്നും ബിയിലേക്ക്, ആൻഡ് ജി ഫ്രം ബി ടു സി. ഓക്കെ, അതായത് എഫ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ബി എന്ന് പറയുന്ന സെറ്റിലേക്കായിരുന്നു, ജി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന സെറ്റിൽ നിന്നും സി എന്ന് പറയുന്ന സെറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ഇവരുടെ രണ്ടുപേരെയും കോമ്പോസിഷൻ എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടം വരെ ആയിരിക്കും? എ ടു സി. ഓക്കെ, ആൻഡ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ജി ഓഫ് എഫ് എന്ന് വായിക്കാം, അല്ലെങ്കിൽ ഗോഫ് എന്നും വായിക്കാം. ആൻഡ് ഈസ് ഗിവൺ ബൈ ഗോഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, for every x element of capital A. x എന്ന് പറഞ്ഞാൽ എവിടുത്തെ എലമെന്റ് ആയിരിക്കും? ക്യാപിറ്റൽ എയിലെ എലമെന്റ് ആയിരിക്കും. ഓക്കെ, ബേസിക് ഡെഫിനിഷൻ ആണ്, അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇനി ഫംഗ്ഷൻ f from x to y is invertible. ഓക്കെ, അതായത് എക്സിൽ നിന്നും വൈയിലേക്ക് ഉള്ള f എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണെന്ന് പറയണമെങ്കിൽ മറ്റൊരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണം. ജി, ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ ജി ആണ്. ആൻഡ് ആ ഫംഗ്ഷൻ എവിടെ മുതലായിരിക്കണം? y to x. അതായത് എഫ് എന്ന് പറഞ്ഞ എവിടെ മുതലായിരുന്നു? എക്സ് ടു വൈ ആണെങ്കിൽ നേരെ തിരിച്ച്. ഓക്കെ, വൈയിൽ നിന്നും എക്സിലേക്ക് ആയിരിക്കണം. സച്ച് ദാറ്റ് ജി ഓഫ് എഫ് അല്ലെങ്കിൽ ഗോഫ് ഈസ് ഈക്വൽ ടു ഐ എക്സ് ആൻഡ് ഫോഗ് ഈസ് ഈക്വൽ ടു ഐ വൈ. ഓക്കെ, ഇനി ആൻഡ് ഈ ജിയെ നമ്മൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ ജിയെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇൻവേഴ്സ് ഓഫ് എഫ്, അല്ലെങ്കിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എഫ് ഇൻവേഴ്സ്. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, മറ്റൊരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റും എഫ് ഫ്രം എക്സ് ടു വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആവണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? ബൈജക്റ്റീവ് ആയിരിക്കണം. ദാറ്റ് മീൻസ് അത് ഒരേ സമയം 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻസ് ആയിരിക്കണം. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡെഫിനിഷൻസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസിലേക്കാണ് പോകുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലെറ്റ് എഫ് ഫ്രം സെറ്റ് 2 3 4 5 to സെറ്റ് 3 4 5 9. ഓക്കെ, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ആൻഡ് ജി എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് 3 4 5 9 to സെറ്റ് 7 11 15. ഓക്കെ, ഇത് രണ്ടും നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. അവർ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ ആണ് എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 3 ആയിരിക്കും. ദാറ്റ് മീൻസ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിലെ എക്സിലെ എലമെന്റ്, എക്സ് അല്ലെങ്കിൽ എയിലെ എലമെന്റ് ആയ 2ന്റെ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ആണ്. Okay, and f of 3 is equal to 4, f of 4 is equal to, and f of 5 is equal to 5, and g of 3 is equal to g of 4 is equal to 7, and g of 5 is equal to g of 9 is equal to 11. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് g of f അല്ലെങ്കിൽ composition of the two functions g and f ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നോക്കിയേ, f from 2 3 4 5 to 3 4 5 9. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ 2 3 4 5നെ എ എന്ന് പറയുന്ന സെറ്റ് ആയിട്ടും സെറ്റ് 3 4 5 9നെ ബി എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, എഫ് ഫ്രം എ ടു ബി. ഓക്കെ, എന്നിട്ട് ഇനി നിങ്ങൾ നോക്കിയേ, ജി എന്ന് പറയുന്നത് എന്താണ്? ഫ്രം 3 4 5 9. ഈ 3 4 5 9 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അവിടെ എടുത്ത ബി എന്ന് പറഞ്ഞ അതേ സെറ്റ് ആണ്. സോ നമുക്ക് മറ്റേത് വേറൊരു സെറ്റ് ആയതുകൊണ്ട് ഞാൻ എന്തിനാ ജി എന്നെ എന്തെന്ന് എടുക്കുന്നു? ബി ടു സി. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ജി ഓഫ് എഫ്. അപ്പൊ നമ്മൾ ഡെഫിനിഷനിൽ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? ഇഫ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി ആൻഡ് ജി ഈസ് എ ഫംഗ്ഷൻ ഫ്രം ബി ടു സി, then the composition of these two functions is given by g of f from a to c. Right. അപ്പൊ ഈ ഒരു ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. ഇനി നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് ഞാൻ ഡയഗ്രാം ഡ്രോ ചെയ്താണ് ഇത് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലിയർ ആകും അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എഫിലെ എനിക്ക് എ എന്ന് പറയുന്ന സെറ്റിൽ ആരൊക്കെ ഉണ്ട്? 2 3 4 5. ഓക്കെ, പിന്നെ ബി എന്ന് പറയുന്ന സെറ്റിൽ ആരൊക്കെ ഉണ്ട്? 3 4 5 9. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 3 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 4 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി f of 4 ഉം f of 5 ഉം എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടിയിരിക്കുന്നത്?
5 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഞാൻ ജി എന്ന് പറയുന്ന ഫംഗ്ഷന് ബി ടു സിയിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ഫംഗ്ഷന്റെ ഡയഗ്രാം വരയ്ക്കുകയാണെ. അപ്പൊ ജിയിലെ ബിയിൽ ആരൊക്കെയുണ്ട്? 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 9 ഉണ്ട്. റൈറ്റ്. നെക്സ്റ്റ് മറ്റതിൽ ആരൊക്കെയുണ്ട്? 7, 11 and 15. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ജി ഓഫ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ജി ഓഫ് 3 ഈസിക്കൽ ജി ഓഫ് 4 ഈസിക്കൽ എത്രയാണ്? 7. സോ ഇത് രണ്ടും മാപ്പ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? 7ലേക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ജി ഓഫ് 5 ഈസിക്കൽ ജി ഓഫ് 9 ഈസിക്കൽ 11 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ രണ്ട് എലമെന്റ്സും മാപ്പ് ചെയ്യുന്നത് എവിടേക്കാണ്? ഇതിലേക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് ചോദിച്ചിരിക്കുന്നത് ജി ഓഫ് എഫ് ഫ്രം എ ടു സി. ഓക്കെ, അപ്പൊ നമ്മൾ എ ടു ബി ചെയ്തു, ബി ടു സി ചെയ്തു, അങ്ങനെയാണെങ്കിൽ എ ടു സി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു കോമൺ കണക്ഷൻ ആണ് ആര്? ബി എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഇതിനെ ചെയ്യാൻ പോവാണ്. അപ്പൊ എ ടു സി ആണ് ചോദിക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിൽ ആരൊക്കെ ഉണ്ട്? 2, 3, 4, 5. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിലുള്ള കണക്ഷൻ സെറ്റ് ആരാണ്? ബി ആണ്. അപ്പൊ ബി യും കൂടെ ഒന്ന് എഴുതുക. എന്താണ്? 3, 4, 5, 9. റൈറ്റ്. നമുക്ക് ഏത് സെറ്റിലേക്കാണ് ചെന്നത്? സി എന്ന് പറയുന്ന സെറ്റിലേക്ക്. സി എന്ന് പറയുന്ന സെറ്റ് എത്രയാണ്? 7, 11, 5. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഇവിടെ നേരത്തെ എങ്ങനെ ചെയ്തത്? 2 എന്ന് പറഞ്ഞ എന്തിലേക്കാണ് മാപ്പ് ചെയ്തത്? 3യിലേക്കാണ് മാപ്പ് ചെയ്തത്. 3 മാപ്പ് ടു 4 and 4 and 5 മാപ്പ് ടു 5. ഓക്കെ, അപ്പൊ ഈ രീതിയിലേക്ക് പോയി. ഇനി നമ്മൾ ഇതാ ഇത് നോക്കാം. 3, 4, 5, 9. ഇത് നമ്മൾ എങ്ങനെ ചെയ്തത്? 3 to 7, 4 to 7, 5 and 9 to 11. റൈറ്റ്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെ ചെയ്താൻ പറ്റും? ജി ഓഫ് എഫ് നമ്മൾ ആരാണ് എടുക്കുന്നത്? ആദ്യം 2. ഓക്കെ, അപ്പൊ ജി ഓഫ് എഫ് ആദ്യം ആരെടുക്കുക? 2 എടുക്കുക. അപ്പൊ ഈ രണ്ട് ഫംഗ്ഷൻസിനെയും നമ്മൾ കോമ്പോസ് ചെയ്തു. അപ്പൊ എനിക്ക് ലാസ്റ്റ് കിട്ടിയത് എത്രയാണ്? 7 ആണ്. റൈറ്റ്. നെക്സ്റ്റ് ഞാൻ എഴുതാണ് ജി ഓഫ് എഫ് ഓഫ് 3 എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയത്? 3 എത്തിലേക്കാണ് ലാസ്റ്റ് മാപ്പ് ചെയ്തിരിക്കുന്നത്. 7. ഓക്കെ, നെക്സ്റ്റ് ജി ഓഫ് എഫ് ഓഫ് അടുത്ത എലമെന്റ് ആരാണ്? 4. 4 ലാസ്റ്റ് മാപ്പ് ചെയ്തിരിക്കുന്നത് ഇതിലേക്കാണ്? 11. ഓക്കെ, നെക്സ്റ്റ് ജി ഓഫ് എഫ് ഓഫ് 5. ജി ഓഫ് എഫ് ഓഫ് 5 ലാസ്റ്റ് മാപ്പ് ചെയ്തിരിക്കുന്ന ഇതിലേക്കാണ്? 11. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ദ കോമ്പോസിഷൻ ഓഫ് ദി 2 ഫംഗ്ഷൻ ജി ആൻഡ് എഫ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നമുക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എയിൽ നിന്നും ബിയിലേക്കും ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ബിയിൽ നിന്നും സിയിലേക്കും ആണെങ്കിൽ ഇവരുടെ രണ്ടുപേരും കോമ്പോസിഷൻ എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടം വരെ ആയിരിക്കും? എയിൽ നിന്നും സിയിലേക്കായിരിക്കും. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ എയിലെ സെറ്റിലെ എലമെന്റ്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് കോമ്പോസിഷനില്. ആൻഡ് നമുക്ക് കിട്ടിയത് എവിടുത്തെ എലമെന്റ്സ് ആണ്? സിയിലെ എലമെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയഗ്രാം വരച്ച് ചെയ്താൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും. Clear? We are moving to our second question. If f from R to R and g from R to R are given by f of x is equal to cos x and g of x is equal to 3x square, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ we have to show that g of f not is equal to f of g. Okay, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ എഴുതിയാണ്. Given that f of x is equal to cos x and g of x is equal to എത്രയാണ്? 3x square. നമുക്ക് ആദ്യം ആരെ കണ്ടുപിടിക്കാം? g of f നെ കണ്ടുപിടിക്കാം. g of x is equal to, അപ്പൊ ഇത് ചെയ്യേണ്ട രീതി ഒന്ന് പറയണേ. നമുക്ക് ഇതിന്റെ രീതി എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ജനറൽ ഇക്വേഷനിൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ എഴുതും. ഓക്കെ, അപ്പൊ ചില കുട്ടികൾക്കാണെങ്കിൽ ഇപ്പം രണ്ടിലധികം നമ്മൾ ഫംഗ്ഷൻസിന്റെ കോമ്പോസിഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഈ ഓരോ കോമ്പോസിഷന്റെ സിമ്പിൾസിനെയും സ്ക്വയർ ബ്രാക്കറ്റ് ആയിട്ട് മാറ്റുക. ഓക്കെ, അപ്പൊ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് വരേണ്ടത്. അപ്പൊ ഇതാ നോക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ കോമ്പോസിഷൻ ഇവിടെയാണ്. അപ്പൊ അവിടെ മാത്രം ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്താൽ മതി.
h of x. ഓക്കെ, ബാക്കിയുള്ളതിനെ അതേപോലെ എഴുതുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ h of x ഉണ്ടല്ലോ, അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. ആ ഒരു വാല്യൂ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ f of x നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താണോ ചെയ്തിരിക്കുന്നത് ആ വാല്യൂ ഇവിടെ എഴുതുക. എഴുതിയതിനു ശേഷം പിന്നെ നമ്മൾ g of f ന്റെ അത് നേരത്തെ ചെയ്തതുപോലെ വേണമെങ്കിൽ ചെയ്യാനാണ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള കോമ്പോസിഷൻസ് ആരാണോ അതിന് ഓരോന്നായിട്ട് എന്ത് ചെയ്യണം, സ്ക്വയർ ബ്രാക്കറ്റ് ആയിട്ട് മാറുക. സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്തുള്ള ഫംഗ്ഷന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് ഏത് ഫംഗ്ഷനിലേക്കാണോ നമ്മൾ മാപ്പ് ചെയ്യേണ്ടത് അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ ചെയ്തു പോവുക. അത് രണ്ടിൽ കൂടുതലുള്ളതിന് പറഞ്ഞു തരാം. നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്, g of f of x. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ g എഴുതുന്നു. നെക്സ്റ്റ് ഈസ് f of x ന്റെ വാല്യൂ എന്താണ്, cos x. ഓക്കെ, cos x. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നാലോചിച്ച് നോക്കിയതാണ്, f of x ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് cos x. ഇനി ഇപ്പൊ എന്താണ് g of cos x എന്നാണ്. g of x എന്ന് പറഞ്ഞാൽ 3x² ആണെങ്കിൽ g of cos x എന്ന് പറഞ്ഞായിരിക്കും 3 cos square x എന്നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ നമുക്ക് g of f of x എത്തി. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആരാണ്, fog of x. ഓക്കെ, അപ്പൊ fog of x ന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, നേരത്തെ ചെയ്തതുപോലെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കുള്ള കോമ്പോസിഷനെ നമ്മൾ എന്താക്കി മാറ്റണം, സ്ക്വയർ ബ്രാക്കറ്റ് ആക്കി മാറ്റണം. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ എനിക്ക് ഈ രീതിയിൽ കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് വന്നതിന് വാല്യൂ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത് രണ്ടെണ്ണത്തിന്റെയൊക്കെ കേസിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമേ ഉള്ളൂ. കാരണം f of g of x എന്ന് പറഞ്ഞാൽ f of g of x എന്നുള്ള രീതിയിലേക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇതിപ്പോ രണ്ടിലധികം ഉള്ളതിന്റെ കേസിലാണ് കൺഫ്യൂഷൻ വരാതിരിക്കുക ഈ ഒരു ട്രിക്ക് പറയുന്നത്. ഓക്കെ, അപ്പൊ f of g of x is equal to g of x ന്റെ വാല്യൂ എത്രയാണ്, 3x². അങ്ങനെയാണെങ്കിൽ ഞാൻ f അതേപോലെ കൊടുക്കുക, 3x². ഓക്കെ, ഇനി ഒന്ന് ആലോചിക്കുക, എന്റെ f of x എന്ന് പറഞ്ഞാൽ എന്താണ്, cos x ആണ്. അപ്പൊ ഈ x ന് പകരം ഞാൻ ഇനി ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 3x² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എനിക്ക് എത്ര എങ്ങനെ കിട്ടും, cos 3x². ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും g of f of x എന്ന് പറഞ്ഞാൽ 3 cos square x ഉം f of g of x എന്ന് പറഞ്ഞാൽ cos 3x² ആണ്. ഇപ്പൊ രണ്ടും ഈക്വൽ ആണോ, അല്ല. സോ അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ വി ഹാവ് ടു ഷോ ദാറ്റ് GOF not is equal to 4. Okay, so hence the proof. Next we are moving to another question. Show that f from r minus set 7/5 to r minus set 3/5 is defined by f of x is equal to 3x plus 4 divided by 5x minus 7. Okay, അപ്പൊ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്നും 7/5 എന്ന് പറയുന്ന നമ്പർ ഒഴിച്ചിട്ടുള്ള ആ ഒരു സെറ്റിൽ നിന്നും റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന സെറ്റിൽ 3/5 എന്ന് പറയുന്ന നമ്പർ ഒഴിച്ചിട്ടുള്ള ആ ഒരു സെറ്റിലേക്കുള്ള ഫംഗ്ഷൻ ആണ് f and is defined by f of x is equal to 3x plus 4 divided by 5x plus 7. Okay, ഇനി നമുക്ക് g തന്നിട്ടുണ്ട്. ജിയുടെ ഇത് നിങ്ങൾ നോക്കുക, തന്നിരിക്കുന്നത് എങ്ങനെയാണ്, r minus set 3/5. ഇത് തന്നെയല്ലേ നമ്മുടെ b. ഓക്കെ, അത് നോക്കുക, to r minus set 7/5. ഓക്കെ, 7/5 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ആരാണ് തന്നിരിക്കുന്നത്, a ആണ് തന്നിരിക്കുന്നത്. is defined by g of x is equal to 7x plus 4 divided by 5x minus 3. then നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, f of g is equal to ia. ia എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഐഡന്റിറ്റി ഫംഗ്ഷൻ ഇൻ ദ സെറ്റ് a. ഓക്കെ, ആൻഡ് g of f എന്ന് പറഞ്ഞാൽ ആരാണ്, ദ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓഫ് സെറ്റ് b. ഓക്കെ, അപ്പൊ നമുക്ക് അത് എന്ന് പറഞ്ഞാൽ ആരാണ് നാം തെളിയിക്കേണ്ടത്, ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ia of x എന്ന് പറഞ്ഞാൽ x എന്നും ib of x എന്ന് പറഞ്ഞാൽ x എന്നുമാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, a എന്ന് പറയുന്നത് ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞിരുന്നു, ഇത് a യും ഇത് b യും ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെയ്യാം. വളരെ എളുപ്പമാണ് ചെയ്യാൻ, പക്ഷെ കുറച്ചു ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ഞാൻ ആദ്യം f of x നെയാണ് എടുക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതുക. f of x is equal to 3x plus 4 divided by 5x minus 7. Okay, and g of x is equal to എത്രയാണ് തന്നിരിക്കുന്നത്, 7x plus 4 divided by 5x minus 3. Okay, first I am going to find f of g. Okay, that is fog. So എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, fog of x is equal to f of നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കുള്ള ആദ്യത്തെ കോമ്പോസിഷൻ എന്താക്കി മാറ്റുക, സ്ക്വയർ ബ്രാക്കറ്റ് ആയിട്ട് മാറ്റുക. ആൻഡ് സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്തുള്ള ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എനിക്ക് എങ്ങനെ കിട്ടും, ഈസ് ഈക്വൽ ടു ഇങ്ങോട്ട് എഴുതിയാണ് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്.
എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്താണ് 7x plus 4 divided by 5x minus 3. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് 3x plus 4 divided by 5x minus 7 എന്നാണ്. ആ എക്സിന് പകരമാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ എക്സിന് പകരം വേണം ഈ ഒരു വാല്യൂ ഇട്ട് കൊടുക്കാൻ. ഓക്കെ, തെറ്റരുത്. ഈസ് ഈക്വൽ ടു നോക്കാം, നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3x, അപ്പൊ 3 നമ്മുടെ എക്സ് ആരാണ് 7x plus 4 divided by 5x minus 3. ഓക്കെ, അപ്പൊ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ആരാണ് പ്ലസ് 4 all divided by 5x. ഓക്കെ, അപ്പൊ 5 അതേപോലെ എഴുതുക. നമ്മുടെ എക്സ് ആരാണ് 7x plus 4 divided by 5x minus 3. അപ്പൊ അതവിടെ എഴുതുക 7x minus 4 divided by 5x minus 3 minus 7. ഓക്കെ, is equal to, ഇനി ഇതാ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഡിനോമിനേറ്റർ ഉണ്ട് 5x minus 3, ഇവിടെ 5x minus 3. അപ്പം ഇനി ആ 5x minus 3 ഞാൻ എഴുതുന്നില്ല. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പൊ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ ന്യൂമറേറ്ററിൽ. അപ്പൊ ഇതിനെ ഞാൻ അകത്തേക്ക് കൊടുക്കണം. 3 into 7 is equal to എത്ര കിട്ടും 21x. ഓക്കെ, 3 into minus 4 is equal to എത്ര കിട്ടും -12. ഓക്കെ, ഇനി അടുത്തത് പ്ലസ് അതേപോലെ കൊടുക്കുക. നമുക്ക് എങ്ങനെയാണ് പഠിക്കുന്നത് 4 into 5x minus 3. 4 into 5 എത്രയാണ് 20. So 20x. 4 into minus 3 is equal to എത്രയാണ് -12. all divided by, ഇനി നമുക്ക് എങ്ങനെ കിട്ടും 5 into 7 is equal to എത്രയാണ് 35x. 5 into minus 4 is equal to -20. ഇനി നമുക്ക് ഇതിനെ നോക്കാം. -7 into 5 എന്ന് പറഞ്ഞാൽ എത്രയാണ് 35x. ഇനി എഴുതാം മൈനസ് ഇൻറ്റു മൈനസ് എത്രയാണ് പ്ലസ് ആണ്. 7 into 3 is equal to എത്രയാണ് 21. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം സിംപ്ലിഫൈ ചെയ്യണം. is equal to ഇവിടെ നോക്കുക 21x plus 20x എത്രയാണ് 41x ആണ്. നെക്സ്റ്റ് നമ്മളിവിടെ ചെയ്തപ്പോ 7x minus 4 എന്നാണ് എടുത്തിരുന്നത്. സത്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ 7x plus 4 ആണ്. അതുകൊണ്ട് ഒരു വ്യത്യാസം വരുന്നത് ഇവിടുത്തെ -12ഉം നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ -20 ആയിരുന്നു, അതെന്തായിട്ട് മാറി +20 ആയിട്ട് മാറി, +12 ആയിട്ട് മാറി. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പഴയ പോലെ 21x plus 20x എന്ന് പറഞ്ഞാൽ എത്രയാണ് 41x plus 12 minus 12 എന്ന് പറഞ്ഞാൽ എത്രയാണ് 0. ഓക്കെ, അപ്പൊ ഇനി അവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. 35x minus 35x എന്ന് പറഞ്ഞാൽ എത്രയാണ് 0. നെക്സ്റ്റ് നമുക്ക് എന്താണ് +20 plus 21, അപ്പൊ നമുക്ക് എത്ര കിട്ടും 41. ഓക്കെ, അപ്പൊ ഇവിടെ 41x by 41 is equal to എത്രയാണ് x. ഈ x എന്ന് പറഞ്ഞാൽ എന്താണ് തന്നിരിക്കുന്നത്, നമുക്ക് IA of x ന്റെ വാല്യൂ IB of x ന്റെ വാല്യൂ എന്താണ് x തന്നെയാണ്. നമ്മൾ ഇവിടെ ആരാണ് എടുക്കുന്നത് IA, അതായത് the identity function on the set capital A. ഓക്കെ, റിസൾട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. Fog is equal to IA, that is identity function on the set A is equal to x. ഓക്കെ, x എന്ന് പറഞ്ഞാൽ A യിലെ എലമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ആരെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് g of f അല്ലെങ്കിൽ gof of x. അപ്പൊ എന്ത് ചെയ്യുക g of f of x അങ്ങനെയാണെന്നുണ്ടെങ്കിൽ f of x ന്റെ വാല്യൂ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. f of x ന്റെ വാല്യൂ എത്രയാണ് 3x plus 4 the whole divided by 5x minus 7. റൈറ്റ്, ഇനി നമുക്ക് g of x ന്റെ വാല്യൂ എന്താണ് 7x plus 4 divided by 5x minus 3. ഇതിലെ x ന് പകരം നമ്മൾ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ദാ ഇവിടെ ഇങ്ങനെ നോക്കുക 7. ഓക്കെ, x ന് പകരം ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 3x plus 4 the whole divided by 5x minus 7. ഓക്കെ, പിന്നെ ആരാണ് +4 the whole divided by ഇനി ആരാണ് 5. x ന് പകരം 3x plus 4 the whole divided by 5x minus 7. ഓക്കെ, -3. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ ചെയ്തതുപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആരെ മാത്രം ന്യൂമറേറ്ററിനെ മാത്രം, കാരണം ഇവിടുത്തെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് അത് എന്തായാലും ക്യാൻസൽ ആയി പോകും. ഓക്കെ, ചെയ്യുന്നവർക്ക് ചെയ്യാം, ചെയ്യാത്തവർക്ക് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഈസ് ഈക്വൽ ടു എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ് 7 into 3 is equal to എത്രയാണ് 21x. 7 into 4 is equal to 28. Next is 4 into 5 is equal to 20x minus 7 into 4 is equal to -28. The all divided by 5 into 3x is equal to 15x. Right, 5 into 4 is equal to +20. Next, -3 into 5x is equal to -15x.
Next is minus 7 into minus 3 is equal to plus 21. Okay. Now is equal to 21x plus 20x is equal to 41x. And 28 minus 28 is equal to 0. Next is 15x minus 15x 0. 20 plus 21 41 is equal to 41x by 41 is equal to x. Okay. X element of b. Okay. Is equal to IB. That is the identity function on the set B. Okay. Now, this is the first part. F of g IA. That means identity function on the set A. G of f identity function defined on the set B. This is the question. Okay. Next, we are moving to questions related to invertible functions. Okay. Now, the question is, let f from n to y. N is a set of natural numbers to a set of y. Okay, y is a set we define. A function defines f of x is equal to 4x plus 3. Okay. Y is a set is equal to set y element of capital N. Y is all elements natural numbers in the set elements and it satisfies the condition y is equal to 4x plus 3. Okay. For some x element of capital N, show that f is invertible. That is, this function invertible. That means we have to show that there exists an inverse for this function. And we have to find the inverse. Okay. So, this is our question. We have a function that is invertible. That is inverse. Okay. This is two methods. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ രീതി ഇങ്ങനെയാണ്. അതായത് ഇൻവേഴ്സിന്റെ ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇഫ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു വൈ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് എ ഫംഗ്ഷൻ ജി ഫ്രം വൈ ടു എക്സ്. ഓക്കെ. എക്സിൽ നിന്നും വൈയിലേക്കുള്ള ഫംഗ്ഷൻ ആണ് എഫ് എങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് അനദർ ഫംഗ്ഷൻ ഫ്രം y to x. y ൽ നിന്നും x ലേക്ക് തിരിച്ചുള്ള ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. And it has to satisfy these two conditions. ഈ രണ്ട് കണ്ടീഷൻസ് അത് സാറ്റിസ്ഫൈ ചെയ്യണം. That means their compositions. Okay. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻസ് f ഉം g ഉം ആണെങ്കിൽ g of f എന്ന് പറയുന്നത് ix ആയിരിക്കണം. ix means the identity function of the set x. Okay. And f of g എന്ന് പറയുന്നത് എന്തായിരിക്കണം? iy ആയിരിക്കണം. That is the identity function defined on the set y. Okay. അങ്ങനെയാണെങ്കിൽ we can say that g is the inverse of f. ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡിൽ ഇത് എങ്ങനെ ചെയ്യാം എന്ന് നോക്കിയതിനു ശേഷം നമുക്ക് രണ്ടാമത്തെ മെത്തേഡിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ആദ്യം ഞാൻ പോകുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് g from y to x. അത് നമുക്ക് മറ്റൊരു ഫംഗ്ഷനെ കണ്ടുപിടിക്കണം. f is a function from n to y ആണെങ്കിൽ we have to calculate a function g from y to n. Right. Okay. അപ്പൊ അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യം എടുത്ത് എഴുതുക. നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? Given that f of x is equal to 4x plus 3. Okay. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെ ഡിഫൈൻ ചെയ്യണം. y എന്ന് പറയുന്ന ഫംഗ്ഷൻ let y is equal to f of x. Okay. y is equal to f of x എന്ന് കൊടുത്താൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? y is equal to 4x plus 3 എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഇതിൽ നിന്നും x ന്റെ വാല്യൂ മാത്രമാക്കി എടുക്കണം. ഓക്കെ. അതായത് നമുക്ക് we have to find the value of x in terms of y. ഓക്കെ. അപ്പൊ അതെങ്ങനെ എഴുതാം? അപ്പൊ എനിക്ക് x is equal to എങ്ങനെ കിട്ടും? y minus 3 divided by 4. ഓക്കെ. അപ്പൊ ഈ ഒരു വാല്യൂ ആണ് ഞാൻ g of x നെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ പറയാണ് let g of x is equal to എന്താണ്? g of y is equal to y minus 3 by 4. ഇനി നമുക്ക് g of y എവിടെ മുതൽ എവിടെ വരെയാണ് ഡിഫൈൻ ചെയ്യണം? where g is a function from എവിടെ മുതൽ എവിടെ വരെയാണ്? y to n. ഓക്കെ. കറക്റ്റ് ആണോ എന്ന് ചിന്തിച്ചു നോക്കേ. g of y is equal to y minus 3 by 4. നമുക്കറിയാം y ൽ നിന്നും n ലേക്കുള്ളതാണ്. y ലെ സെറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ y എലമെന്റ് ഓഫ് ക്യാപിറ്റൽ n. ഓക്കെ. അപ്പൊ നമ്മൾ സ്മോൾ y യുടെ ടേംസിൽ വേണം g of y എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുക്കാൻ. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? g of y എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടി. ദാറ്റ് ഈസ് we have obtained a function g from reverse order y to n. ഓക്കെ. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാണ്. നമുക്ക് g of f അതായത് കോമ്പോസിഷൻ നോക്കണം. ഓക്കെ. അപ്പൊ g of f is equal to g of f of x is equal to എങ്ങനെ എഴുതാം? സ്ക്വയർ ബ്രാക്കറ്റ് ആക്കുക f of x. ഓക്കെ.
ഈസ് ഈക്വൽ ടു ജി അവിടെ തന്നെ കൊടുക്കുക. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? നമുക്ക് 4x+3. ഓക്കെ, ഈസ് ഈക്വൽ ടു ഇനി ജി ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? ജി ഓഫ് എക്സ് അല്ല, ജി ഓഫ് വൈയുടെ വാല്യൂ എന്താണ്? y - 3/4. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വൈക്ക് പകരം നമ്മൾ ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 4x+3യെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എനിക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, 4x+3 - 3 divided by 4. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും എന്ന് ആലോചിക്കുക. 4x+3 - 3 is equal to 0. So 4x divided by 4 is equal to x. ഓക്കെ, ഈ x എന്ന് പറയുന്നത് എന്താണ്? The identity function. ഓക്കെ, the identity function defined on the set capital N. ഓക്കെ, അതാണ് നമുക്ക് അവിടെ രണ്ടാമത്തെ പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരുന്നത്. പ്രൂവ് ദാറ്റ് g of f is equal to ix. x എന്ന് പറഞ്ഞാൽ ആരാണ്? ഫസ്റ്റ് സെറ്റ് ആണ്. നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ക്യാപിറ്റൽ N നാച്ചുറൽ. അതുകൊണ്ടാണ് എക്സിന് പകരം ക്യാപിറ്റൽ N കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ്? എഫ് ഓഫ് ജി നോക്കണം. ഓക്കെ, അപ്പൊ എഫ് ഓഫ് ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാം? സ്ക്വയർ ബ്രാക്കറ്റ് ആക്കുക ജി ഓഫ് വൈ. ഓക്കെ, ഇനി ഈ ജി ഓഫ് വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജി ഓഫ് വൈയുടെ വാല്യൂ എന്താണ്? y - 3/4. ഓക്കെ, ഓക്കെ, ഇനി നമുക്കറിയാം എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? 4x+3 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് y - 3/4ന്റെ വാല്യൂ എങ്ങനെ വരും? ഇവിടുത്തെ ഈ എക്സിന് പകരം നമ്മൾ ആരെ കൊടുക്കുക? y - 3/4നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? 4 × y - 3 divided by 4. ഓക്കെ, ബാക്കി +3 ഈസ് ഈക്വൽ ടു, നിങ്ങൾ നോക്കുക, 4 × 4 രണ്ടും ക്യാൻസൽ ആയി പോകും. y - 3 +3 എന്നാണ് നമുക്ക് കിട്ടുന്നത്. -3 +3 ക്യാൻസൽ ആയി പോകും. ലാസ്റ്റ് ഉത്തരമായിട്ട് കിട്ടുന്നത് y ആണ്. ഈ y എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് y. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോ ആദ്യം നമ്മൾ എന്താണ് ചെയ്തത്? ജി എന്ന് പറയുന്ന ഫംഗ്ഷനെ കണ്ടുപിടിച്ചു, പിന്നെ ജി ഓഫ് എഫ് കണ്ടുപിടിച്ചു, എഫ് ഓഫ് ജി കണ്ടുപിടിച്ചു. അപ്പൊ ഈ കണ്ടീഷൻസ് ഇത്രയും 3 സ്റ്റെപ്പിലെയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തപ്പോൾ നമുക്ക് പറയാൻ പറ്റും ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇത്രയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് ഇൻവേർട്ടിബിൾ. ഓക്കെ, അതായത് അതിനൊരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോ ആ എഫിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ജി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു y - 3 divided by 4. ഓക്കെ, വേണമെങ്കിൽ y നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് കാണിക്കാം. y element of capital N. ഓക്കെ, next we are going to discuss the second method to solve this problem. Okay, appo second method idana, namukku we have to show that the given function is at the same 1 1 and on 2. That is, the given function is bijective. Bijective ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും that function is invertible, that is there exists an inverse for that function f. Okay, അപ്പോൾ നമുക്ക് ആദ്യം അതിന്റെ 1 1 and on 2 കണ്ടീഷൻസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ 1 1 ന് വേണ്ടിയുള്ള കണ്ടീഷൻ ആണ് നോക്കുന്നത്. 1 1 ന്റെ കണ്ടീഷൻ എന്താണ്? if f of x1 is equal to f of x2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് x1 is equal to x2 എന്നുള്ള ഫോമിൽ വരണം. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4x1 plus 3 is equal to 4x2 plus 3. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലെയും 3 ക്യാൻസൽ ആയി പോയി. ദാറ്റ് മീൻസ് 4x1 is equal to 4x2 and this 4 also cancels and x1 is equal to x2. That is, the condition for a function to be 1 1 function is satisfied here. Therefore f is 1 1. Okay, next നമ്മൾ on to function ആണോ എന്നാണ് നോക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഞാൻ പറയുന്നു let y is equal to f of x. Okay, such that y element of, എവിടുത്തെ എലമെന്റ് എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്? y element of capital N. Okay, next is, അപ്പോൾ y is equal to f of x എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? y is equal to f of x ന്റെ വാല്യൂ എന്താണ്? 4x plus 3. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നും എന്ത് ചെയ്യുക? നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ we have to find the value of x in terms of y. ഓക്കെ, അപ്പൊ x is equal to എങ്ങനെ കിട്ടും? y minus 3 divided by 4. അപ്പൊ നമുക്ക് ഈ കിട്ടിയ വാല്യൂ ഉണ്ടല്ലോ, ഈ കിട്ടിയ വാല്യൂവിനെ നമ്മുടെ എഫ് ഓഫ് എക്സിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് y ആണെന്നുണ്ടെങ്കിൽ we can say that f is on to. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്തു നോക്കാം. പുട്ടിങ് x in f of x. ഓക്കെ, അപ്പൊ f of x ന്റെ വാല്യൂ എന്താണ്? 4x plus 3. അങ്ങനെയാണെങ്കിൽ നോക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതുകയാണ് f of x is equal to
4x plus 3, that means 4 into y minus 3 by 4. Okay, y minus 3 divided by 4 plus 3. Okay, അപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന എന്താണ് y തന്നെയാണ്. So we can say that for every x element of x എവിടുത്തെ element ആണ് capital N, there exists y element of എവിടുത്തെ element ആണ് capital Y, such that f of x is equal to y. Okay, അപ്പോൾ ഈ ഒരു condition satisfy ചെയ്തു. So we can say that f is an onto function. Okay, f is onto. അപ്പോൾ ഈ f എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ് 1 1 and onto I, that is it is bijective ആണെന്നുണ്ടെങ്കിൽ we can say that f is invertible. Okay, f is invertible. That means there exists an inverse for the given function. Okay, അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നമ്മൾ എടുത്തിട്ടുള്ള കണ്ടീഷൻ എന്താണ്? ഇങ്ങനെയാണ് y is equal to f of x എന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിൽ നിന്നും പറഞ്ഞൂടെ f inverse of y എന്ന് പറഞ്ഞാൽ എന്താണ് is equal to x എന്നാണ്. ഓക്കെ, അപ്പൊ x എന്ന് പറയുന്നത് നമ്മൾ in terms of y ഇങ്ങനെ എഴുതിയിരിക്കുന്നത് y minus 3 by 4. ഓക്കെ, y minus 3 by 4. ഓക്കെ, അപ്പൊ f ന്റെ ഇൻവേഴ്സ് നമുക്ക് കിട്ടി. ഇതാണ് f inverse is equal to g of y is equal to y minus 3 by 4 where y എന്ന് പറയുന്നത് എവിടുത്തെ എലമെന്റ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യണം, y element of capital N. ഓക്കെ, അപ്പം ഈ രണ്ട് മെത്തേഡിലൂടെ നമുക്ക് ചെയ്യാം. ആദ്യം ചെയ്ത മെത്തേഡ് മാത്രം ചെയ്താലും മതി, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് മാത്രം ചെയ്താലും മതി. നിങ്ങൾക്ക് ഏതാണോ സിമ്പിൾ ആയിട്ട് തോന്നുന്നത് ആ മെത്തേഡ് ഫോളോ ചെയ്യുക. ഓക്കെ, now we are going to the last question from this session. Invertible functions ആയിട്ട് ബന്ധപ്പെട്ട ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. Let f from n to r. Okay, natural numbers സെറ്റിൽ നിന്നും റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലേക്ക് be a function defined as f of x is equal to 4x square plus 12x plus 15. Show that f from n to s. Okay, f from n to s where s is the range of f is invertible. Find f inverse. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് രണ്ട് മെത്തേഡിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ട് മെത്തേഡിലും ചെയ്ത് കാണിക്കുകയാണ്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നിങ്ങൾ ഫോളോ ചെയ്യുക, ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ആണ് തന്നിരിക്കുന്നത് ടു എൻ ടു ആർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ കണ്ടുപിടിക്കണം ജി. ഓക്കെ, റിവേഴ്സ് ഓർഡറിൽ. അപ്പൊ നമ്മൾക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എഫ് ഫ്രം എൻ ടു എസ് എന്ന് പറയുന്നതാണ് എഫിന്റെ റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ എഫ് ഇൻവേർട്ടിബിൾ ആണ് എന്ന് തെളിയിക്കാനാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് ആദ്യം എഴുതുക. ഗിവൻ ദാറ്റ് f of x is equal to 4x square plus 12x plus 15. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ f of x നെ y എന്ന് വിളിക്കുകയാണ്. Let y is equal to f of x. Okay, എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? y is equal to 4x square plus 12x plus 15. Right. Okay, അപ്പൊ നമ്മൾ നേരത്തെ എങ്ങനെ പറഞ്ഞത്? നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് വേണ്ടത് ഇൻ ടേംസ് ഓഫ് y. അപ്പൊ അതിന് ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ നോക്കുമ്പോൾ ഞാൻ ഈ y അതിനെ ഓപ്പോസിറ്റ് കൊണ്ടുപോവുകയാണ്. അപ്പൊ എനിക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? 4x square plus 12x plus 15 minus y is equal to 0. ഓക്കെ, അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ നോക്കുക, ഞാൻ ഈ ഒരു ടേമിനെ ഒറ്റ ഒരു ടേം ആയിട്ട് എടുത്താൽ എനിക്ക് ഇതിനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിൽ വായിക്കാൻ പറ്റുമോ നോക്കുക. ax square plus bx plus c is equal to 0. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് എക്സിന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? is equal to ഇക്വേഷൻ എന്താണ്? മൈനസ് ബി plus or minus root of b square minus 4ac divided by 2a. അപ്പൊ ആ ഒരു കണ്ടീഷൻ ഇവിടെ കൊടുക്കുകയാണ്. അപ്പൊ മൈനസ് ബി എന്ന് പറയുമ്പോൾ ആരാണ് നമുക്ക് വരുന്നത്? മൈനസ് 12. ഓക്കെ, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ, 12ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 144. ഓക്കെ, മൈനസ് 4ac. 4 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു a ആരാണ്? 4 ആണ്, ഇൻറ്റു c ആരാണ്? നമുക്ക് 15 മൈനസ് y. ഓക്കെ, അപ്പൊ ഞാൻ ഈ 4 × 4 16 എന്ന് പറഞ്ഞെടുത്തിട്ട് 16 into 15 minus 5 എന്നുള്ള രീതിയിൽ എഴുതി. The whole divided by 2a. 2a എന്ന് പറയുമ്പോൾ 2 × 4 is equal to 8. ഓക്കെ, ഈ ഒരു രീതിയിൽ എഴുതി. ഇനി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. മൈനസ് 12 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്
ഇവിടെ നോക്കാം 144 ഉണ്ട് 16 ഉണ്ട്. ഓക്കെ, ഈ 144നെ എനിക്ക് 16 മൾട്ടിപ്ലൈ ആയിട്ട് പറയാൻ പറ്റും. 16 into 9 ആണ് 144 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനത് ഇതിൽ നിന്ന് ഒരു 16നെ കോമൺ എടുത്തിട്ടുള്ള രീതിയിൽ എഴുതുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും? 9 മൈനസ് ഇവിടുന്ന് 16 പോയി കഴിഞ്ഞു, ഇനി എന്താണുള്ളത്? 15. ഓക്കെ, അപ്പൊ ഈ മൈനസ് അകത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ പ്ലസ് ആയിട്ട് മാറും. The whole divided by 8. ഓക്കെ, ഇനി ഇതിനെ പിന്നെയും സിംപ്ലിഫൈ ചെയ്യുക. -12 പ്ലസ് ഓർ മൈനസ് അവിടെ 16 ഉണ്ട്. അപ്പൊ 16ന്റെ റൂട്ട് 4 ആണ്, അതിനെ നമുക്ക് ഇങ്ങനെ പുറത്തെടുക്കാം. 4 ഓക്കെ ഇൻറ്റു റൂട്ട് ഓഫ്, ഇനി ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ 9 മൈനസ് 15. 9 മൈനസ് 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. ഓക്കെ, സോറി -6 ആണ് പ്ലസ് y. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ ഞാൻ y -6 എന്ന് എഴുതുകയാണേ. y -6 the whole divided by 8. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഒരു -12 ഉണ്ട്, ഇവിടെ ഒരു +4 ഉണ്ട്, 8 ഉണ്ട്. ഈ മൂന്ന് നമ്പേഴ്സും 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ ഇതിനെ ഞാൻ ഇനി സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ എനിക്ക് ഏത് രീതിയിലേക്ക് എഴുതാം? -3 പ്ലസ് ഓർ മൈനസ് 4 എന്ന് പറഞ്ഞാൽ 1 ടൈംസ് ആണ്, റൂട്ട് ഓഫ് y -6 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് എന്റെ എക്സിന്റെ വാല്യൂ ഏതൊക്കെയാണ് വരുന്നത്? എക്സിന്റെ വാല്യൂ ഒന്നെങ്കിൽ -3 മൈനസ് റൂട്ട് ഓഫ് y -6 ദ ഓൾ ഡിവൈഡഡ് ബൈ 2 എന്നുള്ള രീതിയിലായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? x ഈസ് ഈക്വൽ ടു -3 പ്ലസ് റൂട്ട് ഓഫ് y -6 ദ ഓൾ ഡിവൈഡഡ് ബൈ 2 എന്നാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? x എന്ന് പറയുന്നത് എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? x is defined with the set of natural numbers. അതായത് x എന്ന് പറയുന്നത് 1 2 മുതൽ ഉള്ള നമ്പേഴ്സ് ആയിരിക്കും. സോ എക്സിന്റെ വാല്യൂ ഒരിക്കലും ഈ ഒരു വാല്യൂ വരത്തില്ല, കാരണം ഇങ്ങനെ വന്നാൽ അത് ഒരു നെഗറ്റീവ് വാല്യൂ ആയിട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എക്സിന്റെ വാല്യൂ എന്തായിട്ട് എടുക്കാം? x is equal to -3 പ്ലസ് റൂട്ട് ഓഫ് y -6 the whole divided by 2. ഓക്കെ, അപ്പൊ ഇതാണ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് കൊടുക്കുക? നമ്മുടെ g എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിട്ട് കൊടുക്കുക. therefore g of y is equal to -3 plus root of y -6 the whole divided by 2, where g എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെ മുതൽ എവിടെ വരെയാണ്? നമുക്ക് ഇങ്ങനെ എഴുതാം, r to n എന്ന് എഴുതാം. നമുക്ക് പക്ഷേ ഇവിടെ ഒരു എക്സ്ട്രാ കണ്ടീഷൻ തന്നിട്ടുണ്ട്, n to s. അതിൽ s എന്ന് പറയുന്നത് എന്താണ്? എഫിന്റെ റേഞ്ച് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ ആ ഒരു രീതിയിലേക്ക് കാണിക്കാം. ഓക്കെ, വേർ g is equal to n to s. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് g എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ രണ്ട് ഫംഗ്ഷൻസിന്റെയും കോമ്പോസിഷൻ റിവേഴ്സ് ഓർഡറിലും ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ ദ റെസ്പെക്റ്റീവ് സെറ്റ്സ് കിട്ടണം. ഓക്കെ, അത് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ f of x നെ g of y നെ ഒന്നും കൂടെ റീറൈറ്റ് ചെയ്തു. അപ്പോ നോക്കുമ്പോൾ നമുക്ക് g of f of x ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈസ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റ് ആക്കുക f of x. ഓക്കെ, ഈസ് ഈക്വൽ ടു, ഇനി f of x ന്റെ വാല്യൂ എന്താണ് നമുക്ക് കിട്ടുന്നത്? 4x² പ്ലസ് 12x പ്ലസ് 15. റൈറ്റ്, ഇനി നമുക്ക് g of y യുടെ വാല്യൂ എന്താണ്? -3 പ്ലസ് റൂട്ട് ഓഫ് y -6 by 2 എന്നാണ്. ഓക്കെ, അപ്പൊ ഈ y ക്ക് പകരം നമ്മൾ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 4x² പ്ലസ് 12x പ്ലസ് 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണ്. -3 പ്ലസ് റൂട്ട് ഓഫ് y ക്ക് പകരം കൊടുക്കുക 4x² പ്ലസ് 12x പ്ലസ് 15 -6 the whole divided by 2. ഓക്കെ, അപ്പൊ ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? -3 പ്ലസ് റൂട്ട് ഓഫ്, ഇതെവിടെ നോക്കുമ്പോ 4x² പ്ലസ് 12x പ്ലസ് 15 -6 ഈസ് ഈക്വൽ ടു എത്രയാണ്? 9 the whole divided by 2. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ റൂട്ടിന്റെ അകത്ത് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക, നമുക്ക് റൂട്ടിന്റെ അകത്ത് തന്നിട്ടുള്ള ഇതുണ്ടല്ലോ, അത് എന്തിനെങ്കിലും സ്ക്വയർ ആക്കി എടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 4x എന്ന് പറഞ്ഞാൽ എന്തിന്റെ സ്ക്വയർ ആണ്? 2xന്റെ സ്ക്വയർ ആണ്. 9 എന്ന് പറഞ്ഞാൽ എന്തിന്റെ സ്ക്വയർ ആണ്? 3യുടെ സ്ക്വയർ ആണ്. ഇനി നിങ്ങൾ നടുക്കത്തെ കണ്ടീഷൻ, അതായത് നമുക്ക് a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ വരണമെങ്കിൽ a² പ്ലസ് b² ആയി. ഇനി 2ab എന്ന് പറഞ്ഞ കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നോ നോക്കുക. 2 into 2x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4x. 4x into 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12x. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഈസ് ഈക്വൽ ടു -3 plus root of 2x plus 3 the whole square the whole divided by 2.
ഓക്കെ, അപ്പൊ ഇതിനെ എനിക്ക് ഇനി എങ്ങനെ മാറ്റി എഴുതാം? ഈസ് ഈക്വൽ ടു -3 പ്ലസ് 2x the whole cube in 2x plus 3 the whole square ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2x plus 3 the whole divided by 2 എന്നാണ് കിട്ടുന്നത്. അപ്പൊ എനിക്ക് എങ്ങനെ കിട്ടാം? -3 plus 3 is equal to 0. 2x by 2 is equal to x. ഓക്കെ, അപ്പൊ x എന്ന് പറഞ്ഞാൽ എന്താണ്? The identity function defined on the set capital M. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്തു. g of f of x is equal to x എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു നോക്കാം f of g. അപ്പൊ അടുത്ത നോക്കാം f of g. സ്ക്വയർ ബ്രാക്കറ്റ് മാറ്റുക, g of x എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഈസ് ഈക്വൽ ടു f of, നമുക്ക് ഇവിടെ g of y യുടെ വാല്യൂ എടുക്കണം. ഈസ് ഈക്വൽ ടു -3 പ്ലസ് റൂട്ട് ഓഫ് y minus 6 the whole divided by 2. ഓക്കെ, ഇനി f of x ന്റെ വാല്യൂ എന്താണ്? 4x² plus 12x plus 15 ആണ്. അങ്ങനെയാണെങ്കിൽ x ന് പകരം നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 അതേപോലെ കൊടുക്കുക. എങ്ങനെ കിട്ടും? -3 plus root of y minus 6 the whole divided by 2 the whole square. Okay, plus 12 into ഇതേപോലെ -3 plus root of y minus 6 the whole divided by 2 plus 15. ഓക്കെ, അപ്പൊ ഈ സീക്വൻസ് എങ്ങനെ ചെയ്യാം? ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ 4 ഉണ്ട്, ഇവിടെ 2 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്, അത് രണ്ടും ക്യാൻസൽ ആയി പോവും. ഓക്കെ, അതേപോലെ ഇവിടെ ഒരു 12 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, രണ്ടുകൂടെ ക്യാൻസൽ ആകുമ്പോൾ നമുക്കൊരു 6 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിനെ, അപ്പൊ ആദ്യത്തെ ടേമിനെ മാത്രം കൺസിഡർ ചെയ്യാം, ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ഇനി നമുക്ക് ഇതിന്റെ എന്താണ് എക്സ്പാൻഷൻ എഴുതാം. -3 the whole square is equal to എത്രയാണ്? 9. ഓക്കെ, പ്ലസ് ഇനി നമുക്ക് എങ്ങനെ വരും? 2 into -3 into root of y minus 6. 2 into -3 is equal to -6. ഓക്കെ, ബാക്കി root of y minus 6 അതേപോലെ. ഇനി അടുത്ത് നമുക്ക് root of y minus 6 the whole square എന്നുള്ള രീതിയിൽ വരും. എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? പ്ലസ് y minus 6. ഓക്കെ, അപ്പൊ ഇവിടുത്തെ എക്സ്പാൻഷൻ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ അടുത്ത ഇതിലേക്കാണ് പോകുന്നത്. 12 ഡിവൈഡഡ് ബൈ 2 രണ്ടും കൂടെ പോയപ്പോഴത്തെ എത്രയാണ്? നമുക്ക് ഇവിടെ ഒരു 6 ആണ് കിട്ടിയത്. ആൻഡ് 6 into -3 ഈസ് ഈക്വൽ ടു എത്രയാണ്? -18. ഓക്കെ, പ്ലസ് ഇവിടെ 6 ഉണ്ട്, നമുക്ക് എന്താ എഴുതാം? പ്ലസ് 6 into root of y minus 6. ഓക്കെ, ഇനി അടുത്ത ആരാണ് നമുക്കുള്ളത്? ഒരു പ്ലസ് 15 ആണ് ഉള്ളത്. is equal to, ഇനി ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഒരു പ്ലസ് 6 into root of y minus 6 ഉണ്ട്, സോറി ഇവിടെ -6 into root of y minus 6 ഉണ്ട്, ഇവിടെ പ്ലസ് 6 into y minus 6 ഉണ്ട്. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ആയി പോയി. ഇനി ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു 9 ഉണ്ട്, 9 minus 18 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -9 ആണ്. പിന്നെ അടുത്ത -9 plus 15 എന്ന് പറയുമ്പോൾ എത്രയായിട്ടും? പ്ലസ് 6 ആണ് കിട്ടുന്നത്. പിന്നെ ഇവിടെ ഒരു -6 ഉണ്ട്, രണ്ടും കൂടെ വെട്ടിപ്പോവും. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ആര് മാത്രമാവും? y മാത്രമാകും. ഈസ് ഈക്വൽ ടു ദ ഐഡന്റിറ്റി എലമെന്റ് ഓഫ് ദി സെറ്റ് S. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ട് കണ്ടീഷൻസും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തു. ആദ്യം നമ്മൾ g എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കണ്ടുപിടിച്ചു, ആൻഡ് അതിന്റെ കോമ്പോസിഷൻസ് റിവേഴ്സ് ഓർഡറിലും ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? ദ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓഫ് ദ റെസ്പെക്റ്റീവ് സെറ്റ്സ് ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എന്തെന്ന് പറയാൻ പറ്റും? f ഈസ് ഇൻവെർട്ടിബിൾ. Okay, f is invertible. That is, f inverse is equal to g of y is equal to -3 plus root of y minus 6 the whole divided by 2, where g is a function from n to s. Okay, അപ്പൊ ഇതാണ് ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ മെത്തേഡിലേക്കാണ് പോകുന്നത്. അപ്പൊ സെക്കൻഡ് മെത്തേഡ് നമ്മൾ എങ്ങനെ ചെയ്യുക? തന്നിട്ടുള്ള ഫംഗ്ഷൻ 1 1 ആൻഡ് ഓൺ 2, അതായത് ബൈജക്റ്റീവ് ആണെന്ന് തെളിയിച്ചതിന് ശേഷം അത് ഇൻവെർട്ടിബിൾ ആണെന്ന് പറയുകയും അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വി ആർ ഗോയിങ് ഫോർ ദ കണ്ടീഷൻ ഫോർ 1 1 ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഞാൻ f of x1 is equal to f of x2 എന്ന് പറഞ്ഞ കണ്ടീഷൻ കൊടുത്തു. ദാറ്റ് മീൻസ് 4x1 square plus 12x1 plus 15 is equal to 4x2 square plus 12x2 plus 15. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡിലും 15 ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ആയി പോകും. ഇനി ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ രണ്ട് സൈഡിലേതും നെയിം ഒറ്റ സൈഡിലേക്ക് മാറ്റുകയാണ്. അപ്പൊ എങ്ങനെ കിട്ടും? 4x1 square plus 12x1 minus 4x2 square minus 12x2 is equal to 0.
റൈറ്റ്. അപ്പൊ ഇനി ഇതിനെ ഞാൻ ഏതാണ്ട് ഈ 4 കോഎഫിഷ്യൻസ് ഒന്നിച്ചുള്ളതിനെ മാറ്റുകയാണ്. അപ്പൊ 4 ഇൻറ്റു എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ പ്ലസ് 12നെ മാറ്റുമ്പോഴത്തേക്കും എങ്ങനെ കിട്ടും? 12 ഇൻറ്റു x1 മൈനസ് x2 ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എവിടെ നോക്കുമ്പോൾ നമുക്ക് x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ എങ്ങനെ എഴുതാൻ പറ്റും? x1 പ്ലസ് x2 ഇൻറ്റു x1 മൈനസ് x2 എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് x1 മൈനസ് x2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ കോമൺ എടുക്കുകയാണ്. x1 മൈനസ് x2 കോമൺ എടുത്താൽ ബാക്കി എന്താണുള്ളത്? 4 ഇൻറ്റു x1 പ്ലസ് x2 പ്ലസ് 12 ഈസ് ഈക്വൽ ടു 0. ഇതാണ് ബാലൻസ് ഉള്ളത്. ഇനി ഞാൻ ഇവിടെ 4 ഉണ്ട് 12 ഉണ്ട്. രണ്ടിൽ നിന്ന് 4 കോമൺ എടുത്താൽ എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? x1 മൈനസ് x2 ഇവിടെ 4 വന്നു കോമൺ ആയിട്ട് ഇൻറ്റു എങ്ങനെ കിട്ടും? x1 പ്ലസ് x2 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ ഇവിടെ 4 ഇൻറ്റു x1 മൈനസ് x2 ഇൻറ്റു x1 പ്ലസ് x2 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയും. 4 എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു 3 നമ്പേഴ്സ് ആണ്. 3 നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്ന് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്തായിട്ട് മാറുള്ളൂ? 0 ആവുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് 4 എന്ന് പറയുന്നത് എന്തായാലും നോട്ട് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ x1 minus x2 is equal to 0 എന്നുള്ള കണ്ടീഷൻ കൊടുത്താൽ എനിക്ക് x1 is equal to x2 എന്ന് കിട്ടും. അതാണ് നമ്മുടെ കണ്ടീഷൻ ഫോർ 1 എന്ന് പറയുന്നത്. നമുക്ക് ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. എന്താണ് ഞാൻ x1 plus x2 plus 3 is equal to 0 എന്ന് കൊടുത്താൽ എനിക്ക് ഇതിൽ നിന്ന് ഞാൻ x1 ന്റെ വാല്യൂ കൺസിഡർ ചെയ്താൽ എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? minus x2 minus 3. ഓക്കെ, ഈ x എന്ന് പറഞ്ഞാൽ എവിടുത്തെ എലിമെന്റ് ആണ്? നാച്ചുറൽ നമ്പേഴ്സിലെ എലിമെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ ഇതും സാറ്റിസ്ഫൈ ചെയ്തില്ല, ഇതാണ് സാറ്റിസ്ഫൈ ചെയ്തത്. സോ f of x1 is equal to f of x2 എന്നത് സാറ്റിസ്ഫൈ ചെയ്തു. x1 is equal to x2 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സോ we can say that f is 1 1. ഓക്കേ, അപ്പോൾ 1 1 ന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് on 2 ന്റെ കണ്ടീഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഓൺ ടുവിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? എഫ് ഓഫ് എക്സിന് പകരം y കൊടുക്കുക സച്ച് ദാറ്റ് y എലമെന്റ് ഓഫ് s. ഓക്കെ, അപ്പോൾ y എന്ന് പറഞ്ഞാൽ എന്താണ്? 4x സ്ക്വയർ പ്ലസ് 12x പ്ലസ് 15. അതായത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾ ഇതിന്റെ ഫസ്റ്റ് മെത്തേഡ് ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എക്സിന്റെ വാല്യൂ എത്രയാണ്? -3 പ്ലസ് റൂട്ട് ഓഫ് y മൈനസ് 6/2 എന്നാണ്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്നും കൂടെ റീറൈറ്റ് ചെയ്യാത്തത്. നെക്സ്റ്റ്, അപ്പൊ നമുക്ക് ഇവിടെ എക്സിന്റെ വാല്യൂ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കിട്ടിയ എക്സിന്റെ വാല്യൂവിന് എന്ത് ചെയ്യുക? നമ്മുടെ എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതും നമ്മൾ അവിടെ കോമ്പോസിഷൻ ചെയ്ത് നോക്കിയല്ലോ, റിവേഴ്സ് ഓർഡറിലും എഫ് ഓഫ് ജി എന്നും ജി ഓഫ് എഫ് എന്നുള്ള രീതിയിൽ ചെയ്ത് നോക്കിയപ്പോൾ അല്ലെ എഫ് ഓഫ് ജി എന്നുള്ള രീതിയിൽ ചെയ്തപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവിടുത്തെ നമ്മുടെ ജി ആയിരുന്നു ഈ ഇപ്പോഴത്തെ ഇവിടെ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് y തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഫോർ എവരി y element of s, അതായത് range of f, there exists x element of capital N such that f of x is equal to y. That is the condition for the function to be an onto function is satisfied here. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ ഒരേ സമയം 1 1 ഉം on 2 ഉം ആണ്, അതായത് ബൈജക്റ്റീവ് ആണ്. So we can say that f is invertible. Okay, f is invertible. ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞാൽ there exists an inverse. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കണ്ടീഷൻ എങ്ങനെയാണ്? y is equal to f of x എന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? f inverse of y is equal to x എന്ന് എഴുതാൻ പറ്റും. ഈ x എന്ന് പറഞ്ഞാൽ ആരാണ്? -3 plus root of y minus 6/2. ഓക്കെ, is equal to -3 plus root of y minus 6/2. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, പക്ഷെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും ലെങ്ത് വരത്തില്ല, കാരണം ഇത് ഒരേ ക്വസ്റ്റ്യന്റെ തന്നെ രണ്ട് രീതിയിൽ ചെയ്ത് കാണിച്ചുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയിട്ട് വന്നത്. 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി, അത് വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രം പ്രിഫർ ചെയ്യുക. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. 1 1 and on 2 ആണെന്ന് തെളിയിച്ചതിന് ശേഷം അത് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് അതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പോകുന്ന അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻസ് ആണ്.